ഹായ് ഹലോ നമ്മൾ ഇന്ന് കഴിക്കുന്നത് രാവിലെ ഒരു അട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടയുടെ കൂട്ടത്തിൽ പിന്നെ ദോശയും ചട്നിയും പിന്നെ സോയാബീൻ ഫ്രൈയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോയാബീൻ ഫ്രൈ. സച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പ്രെയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറ്റി, വെയിലത്തുനിന്ന് വന്നതല്ലേ, ആ ക്ഷീണമെല്ലാം മാറ്റി ഒന്ന് അടുക്കളയിൽ വന്നിട്ട് എന്താണ് ഇന്നിനി ചെയ്യാനുള്ളത്, ഇനി എന്താണ് വൈകിട്ടത്ത് കഴിക്കാനുള്ളതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം അതെ ഇളനീരടിക്കണുള്ളൂ. അപ്പം അന്ന് ഇളനീര് കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് രക്ഷയില്ല, ഒന്നിനും കൊള്ളൂല. പേട്ട തേങ്ങ എന്ന് പറഞ്ഞ പോലെ പേട്ട ഇളനീരാണ്, കൊള്ളാത്ത ഇളനീര് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്നു. അപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ല, കുടിക്കാനും പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ട് തേങ്ങ ഒന്ന് കടിച്ച് പറിച്ച് ഒന്ന് ആശ്വാസം അടഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭാഗമാണ് പിന്നെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ തന്നെയാണല്ലോ അല്ലേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിട്ട് 2-3 തക്കാളി കൈ പിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് യൂട്യൂബിൽ തമിഴ്നാട്ടുകാർ കൂടുതലും തമിഴ് സ്റ്റൈലിൽ ഒരു കുറുമ വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടത്. അപ്പം അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില എല്ലാം കൂടെ മിക്സിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തു. എന്നിട്ട് ഒരു ചെറിയ കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ സവോള നന്നായിട്ട് വഴറ്റി കേട്ടോ. കുറച്ചൊന്ന് പിങ്ക് കളർ ആവുന്നിടം വരെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഞാനിങ്ങനെ പാചകത്തിലൊന്നും വലിയ ഇതൊന്നുമല്ല, പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യും, അത്ര മാത്രം, അത്യാവശ്യത്തിന് മാത്രം, നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വഴറ്റി ഒരു പിങ്ക് കളറാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ നമുക്ക് കിട്ടണം. മുളക് പൊടി ഇടുന്നു, പിന്നെ മല്ലിപ്പൊടി വരുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി വരുന്നു, പിന്നെ സാമ്പാർ പൊടി വരുന്നു, പിന്നെ ചിക്കൻ മസാല വരുന്നു, അങ്ങനെ എല്ലാവിധ പൊടികളും ഞാൻ പറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ മിക്സറിൽ അതും കൂടി അതിനകത്ത് ഇട്ട് ഇളക്കി, പിന്നെ നമ്മൾ പങ്കായ ഇട്ട് കലക്കുന്ന പോലെ തവിയിട്ട് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പെടുത്ത് വെച്ച് വിസിലെടുത്ത് മാറ്റിയിട്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കറി പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ കറി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇത്രയേ